അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്താ അമ്മമ്മേ പറ? പാലട പായസം. പാലട പായസം റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പാലട പായസം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലട പായസം. അപ്പോൾ നമ്മുടെ പാലട പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ആദ്യം ഒന്ന് കാരമൽ ചെയ്യാം. അപ്പോൾ അത് നല്ല രീതിയിൽ മെൽറ്റായിട്ട് വരിക. അധികം കരിഞ്ഞു പോകണ്ട, കാരണം അധികം കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചുവ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ പായസത്തിന്. പിന്നെ ഒരു 1/2 ലിറ്ററോളം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നല്ല കട്ടിയൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഞാനിവിടെ 1.5 പാക്കറ്റ് പാലോളം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിന്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന നമ്മുടെ പാലട മിക്സ് ശബരീൻ്റെ ആട്ടോ, നമ്മുടെ ഈ സപ്ലൈക്കോ എന്നൊക്കെ കിട്ടുന്ന ശബരീൻ്റെ പാലട പായസം മിക്സ് ആട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാല് നല്ലോണം തിളച്ച് വരുന്ന ഈ ഒരു ടൈമിൽ നമ്മുടെ പായസം മിക്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം നമ്മളൊരു 10-20 മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെച്ച് കൊടുക്കാം. കാരണം നമ്മുടെ അട നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം. അതിനൊരു 20 മിനിറ്റോളം നമ്മൾ വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. അമ്മമ്മക്ക് ഏതെല്ലാം പായസം ഇഷ്ടം പറഞ്ഞു കൊടുക്കുക. ഏതെല്ലാം പായസം അമ്മമ്മക്ക് ഇഷ്ടം? എല്ലാ പായസവും. എല്ലാ പായസവും ഇഷ്ടം. എല്ലാ പായസവും ഇഷ്ടമാണ്. എന്നാലും കുറച്ചുകൂടി നമുക്ക് ഇഷ്ടമുള്ള പായസം ഉണ്ടാവൂലേ, ഫേവറേറ്റ് ആയിട്ടുള്ള? അതേതാ ഇഷ്ടം? അടപ്പായസം. ഇതാണോ ഇഷ്ടം? ഈ അടപ്പായസമാണോ ഇഷ്ടം ഞാൻ ഉണ്ടാക്കുന്നത്? ഇത് പാലട പായസം. അല്ലാത്ത അതാണിത്. അതാ ഇഷ്ടം. അമ്മയുടെ ഫേവറേറ്റ് പായസം കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാം. ഇത് എങ്ങനെയുണ്ട്, ഇഷ്ടമായിട്ടുണ്ടോ എന്നെല്ലാം പറയണം കേട്ടോ. ഓക്കെ. ഇവിടെ പായസം കുറുകിയത് ഇത്ര മതിയാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു ചൂട് തണിയുന്നതിനനുസരിച്ചിട്ട് കുറച്ചുകൂടി കുറുകി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഗ്യാസ് ഓഫ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഈ ചൂട് കൊണ്ട് തന്നെ കുറച്ചുകൂടിയും ഇത് കുറുകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മതി. ഓക്കെ. അപ്പം പായസത്തിൽ ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ നെയ്യിൻ്റെ അകത്ത് കാഷ്യും കിസ്മിസും കൂടി നല്ലോണം വഴറ്റിയിട്ട് പായസത്തിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ പായസം അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിമ്പിൾ റെസിപ്പി ആട്ടോ. ഇനി നമ്മുടെ പായസത്തിൻ്റെ റിവ്യൂ നമുക്ക് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? പറ അപ്പുസേറ. സൂപ്പർ. അമ്മേ പായസം കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? നേരാ സൂപ്പർ. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പായസമൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.